ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ തലേന്ന് ഇട്ട മെഹന്തി ഉണങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ രാവിലെ ചെക്ക് ചെയ്യുവാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റെയിനൊക്കെ വന്നിട്ടുണ്ട്. കാക്ക ഇവിടെ രാവിലെ തകൃതിയായിട്ട് ഗെയിം കളിക്കാനുള്ള ഒരു മൂഡിലിരിക്കുവാണ്. ഇതുപോലെ കാക്ക വർഷത്തിലൊരു 3 ദിവസമൊക്കെ ഇങ്ങനെ രാവിലെ സമയങ്ങളിൽ വീട്ടിലുണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ കാക്ക രാവിലെ വെളുപ്പിന് ജോലിക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഉറക്കം കഴിച്ചപ്പോൾ എൻ്റെ കൂടെ റുവാക്കുട്ടി കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പണി കിട്ടി. പള്ളിയിൽ പോകാൻ വേണ്ടി ഷൂ ലേസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഷൂവിൽ. അങ്ങനെ ഞാൻ അത് സെറ്റ് ചെയ്തു. എന്നിട്ട് റുവാക്കുട്ടിയെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറക്കി നിർത്തിയിട്ടോ. പക്ഷെ അവൾക്ക് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. നേരത്തെ എഴുന്നേറ്റതായിരിക്കും, അല്ലെങ്കിൽ ഉറക്കം ശരിയാവാത്തതിൻ്റെ ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ ഞാൻ മെഹന്തി ഇടുന്നത്. അതിൽ മൊത്തം സമയവും റുവാക്കുട്ടി എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ കാക്ക എങ്ങനെയൊക്കെയോ അവളെ സമാധാനിപ്പിച്ച് ടാറ്റയും പറഞ്ഞ് പള്ളിയിലേക്ക് പോയിട്ടോ. വീണ്ടും കുറച്ച് നേരം കൂടി ഞാനും റുവാക്കുട്ടിയും പുറത്ത് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. എന്നിട്ട് റുവാക്ക് വലിയ എക്സ്പ്രഷൻ ചേഞ്ച് ഒന്നുമില്ല. അവളെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ വീട്ടിലേക്ക് കയറി ഞാൻ ടി വിയിൽ പാട്ടൊക്കെ ഇട്ട് ചില്ലാന്ന് വിചാരിച്ചപ്പോഴും അവൾക്ക് ഭയങ്കര ക്ഷീണമായിട്ട് അവളങ്ങനെ സോഫയിൽ കിടക്കുവാണേ. അപ്പം ഞാൻ പിന്നെ ആ സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൂക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളൊന്ന് കിടന്നപ്പോഴത്തേക്കും കാക്ക പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. ഈ വട്ടത്തെ പെരുന്നാൾക്ക് വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സലാഡിന് അരിയുവാണ്. അങ്ങനെ സലാഡൊക്കെ സെറ്റ് ചെയ്തു. മാമിയുടെ ചിക്കൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും മാമായും പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായേ. അപ്പം ഞാൻ വിചാരിച്ചു നീ അധികം താമസിപ്പിക്കേണ്ട, കുളിച്ച് റെഡിയായി നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഇത് ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് എൻ്റെ വാപ്പാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ വളയും കമ്മലും ഒക്കെ എടുത്ത് വെക്കുന്ന കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഒരിടത്തും പോകുന്നില്ല, ജസ്റ്റ് ഞാൻ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ റുവാക്കുട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചാപ്പായും മക്കളും വന്നു. അപ്പോൾ അവരുടെ കൂടെ കളിക്കുവാണേ. അതൊക്കെ കഴിഞ്ഞ് ഞാനും അവളും ഒന്ന് പോയി കുളിച്ച് ഫ്രഷായി. ഞാൻ നേരെ ആഹാരം കഴിക്കായിരുന്നു, കാരണം അപ്പോഴേക്കൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് ജസ്റ്റ് ഒരുങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ലൊരു കുർത്ത സെറ്റാണ് കേട്ടോ, കോട്ടൻ്റെ. അതിൻ്റെ ഇടയിൽ എൻ്റെ വാപ്പമ്മ വന്നിട്ടുണ്ടായി. അങ്ങനെ അവർ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ പിന്നീട് കഴിക്കാമെന്ന് വിചാരിച്ചു. റുവാക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റുവാക്കുട്ടിക്ക് പെരുന്നാളിന് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ്. ഈ ഡ്രസ്സ് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാക്കാക്ക് ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ കാക്കാക്കും ചെറിയ പനിയും ഒക്കെ രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാൾ മുന്നേ വാങ്ങി വെച്ച ഷീറ്റ് മാസ്ക് വെറുതെ ഇരിക്കുവാണ്, എന്തുകൊണ്ട് ഇന്ന് ഇട്ടുകൂടാ. അങ്ങനെ ഞാൻ മുഖത്തേക്ക് എടുത്തിടുവാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കണ്ണടച്ച് കിടന്നു. നല്ല തണുപ്പ് കിട്ടുമല്ലോ മുഖത്ത്. അത് ആ ഒരു പേർപ്പസ് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് വലിയ ഇതൊന്നും തോന്നാറില്ല കേട്ടോ മുഖത്ത്. നല്ലൊരു തണുപ്പും ഒക്കെ കിട്ടും, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കിടന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് റെഡി ആയിട്ടുണ്ടായി. റെഡിയാവുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു വെക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. കാക്കാക്ക് നമ്മളൊരു ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി ഞാനും സച്ചുമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇതൊക്കെ വാങ്ങി തിരിച്ച് വന്നിട്ട് ഫ്രിഡ്ജ് അടിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഐസ്ക്രീം കിട്ടി കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കുടിച്ച് കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. മുഖമൊക്കെ നല്ലപോലെ കഴുകി കേട്ടോ. എൻ്റെ മൂക്കിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം 2 കുരു വന്ന് നിൽപ്പുണ്ട്. പതിവ് തെറ്റിക്കാതെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് കുരു അത് നിർബന്ധമാണ്. ഇനി നമുക്ക് ഉച്ചത്തെ ബിരിയാണി കഴിക്കാം. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ടി വി കാണുന്ന അല്ലെങ്കിൽ ഫോണിലോ ടാബിലോ എന്തെങ്കിലും വീഡിയോ കാണുന്ന സ്വഭാവം നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ടി വിയിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ റുവാക്കുട്ടി എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ, ഫോണൊക്കെ പിടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ മാറി കുറച്ച് അവൾക്ക് ഫോട്ടോസ് എടുത്തില്ല എന്ന് എനിക്ക് അപ്പോഴാണ് ഉൾവിളി വന്നത്. അങ്ങനെ ഞാൻ അവൾക്ക് ഡ്രസ്സ് മാറി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയേ. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് ഒരിടത്തും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിയും വാപ്പായും വന്ന് റുവാക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. 4:30 ആയപ്പോഴത്തേക്കും മാമായും മാമിയും സച്ചും ഒക്കെ പുറത്തു പോയിട്ടുണ്ടായി. അപ്പോൾ ഞാനും കാക്കായും മാത്രമായിട്ടോ വീട്ടിൽ. കാക്ക മേലത്തെ റൂമിൽ നല്ലപോലെ പുതച്ച് കിടക്കുവാണ്, കാരണം നല്ല രീതിയിൽ വൈകുന്നേരം ആയപ്പോൾ പനി കൂടി കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ കറങ്ങി നടക്കുവാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ വെച്ച ഡയറി മിൽക്കും എടുത്ത് കുറച്ച് നേരം ടി വി കണ്ടിട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ കാക്ക എഴുച്ച് വന്നു. ഒരു കരിക്ക് കുടിക്കണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കരിക്ക് വാങ്ങാൻ വേണ്ടി പോകുമല്ലേ, ഞാനും കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചേ. അങ്ങനെ വീടിനടുത്തുള്ള കടയിൽ തന്നെ ഒരുപാട് കടകളിൽ കയറി നോക്കി. പക്ഷെ വൈകുന്നേരം നല്ല ലേറ്റ് ആയത് കൊണ്ട് തന്നെ കരിക്കൊന്നും കിട്ടിയില്ല കേട്ടോ.
കേട്ടോ. പിന്നെ പോകുന്ന വഴി മാങ്ങ കണ്ടപ്പോൾ നമ്മൾ 1 കിലോ മാങ്ങ വാങ്ങി. നല്ല വരിക്ക മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വരുന്ന വഴിയിൽ നമുക്ക് കരിക്ക് കിട്ടി ഗൈസ്. അങ്ങനെ അവിടെ കണ്ട 4 കരിക്ക് നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. എനിക്ക് ഈ മാങ്ങയും കരിക്കും ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊന്നും എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് വന്നൊരു പ്രത്യേക മാറ്റമാണ്. ഞാൻ പച്ചമാങ്ങയിൽ നിന്നും പഴുത്ത മാങ്ങയിലേക്ക് ചേഞ്ചായി. എനിക്കിപ്പോൾ പച്ചമാങ്ങ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പഴുത്ത മാങ്ങയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കരിക്കൊക്കെ കാക്കാക്ക് ഒരു കപ്പിലേക്ക് ഒഴിച്ച് കാക്കാക്ക് കൊടുക്കുവാണ്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പനി എല്ലാവർക്കും നല്ല പനിയും ചുമയൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുവാണ്. അപ്പോഴേക്കും ഉമ്മായി നെയ്ഷുമായിട്ട് റുവായെ കൊണ്ടുവന്നിട്ടുണ്ട്. റുവ നല്ല ഉറക്കമായിരുന്നുകൊണ്ട് അവളെ കിടത്തിയിരിക്കുവാണ് കേട്ടോ. ഉറങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാക്കാക്കാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഒന്നും രാത്രി കഴിക്കാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് പയർക്കഞ്ഞിയും പപ്പടവും ആയിട്ട് കാക്കാക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കാക്ക അത് കഴിക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു യൂട്യൂബറാണ്, ബാക്ക് പാക്കർ അരുണിമ എന്നാണ് കേട്ടോ യൂട്യൂബിൻ്റെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോയും കണ്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. റുവായും എൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള പ്ലാനിലേക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടുവാണ്. രാവിലെ മൊത്തം പിരിത്തിട്ടിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെട പിടിച്ചിരിപ്പുണ്ടായി. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ റുവാക്കുട്ടി സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവാം. അപ്പോൾ ഇതാണ് എൻ്റെ രാത്രിയിലെ ഹെയർ സ്റ്റൈൽ ഗൈസ്. അങ്ങനെ മുഖമൊക്കെ കഴുകുന്നുണ്ട്. എൻ്റെ മൂക്കിൽ ആ കുരു എനിക്ക് നല്ല വേദനയായിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ്, എനിക്കിങ്ങനെ എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ അടുപ്പിച്ച് കലണ്ടർ നോക്കി വരുന്നത് പോലെ എനിക്ക് കുരു വരും ഗൈസ്. എന്ത് ചെയ്യാൻ. റുവായെ ഞാനൊന്ന് ഫ്രഷാക്കി സ്നഗ്ഗിയൊക്കെ ഇടിച്ചു രാത്രി കിടക്കാനായിട്ട്. അടുക്കളയിൽ നമുക്ക് ബാക്കിയുള്ള കറിയും ചോറൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. അപ്പോഴേക്കും കറണ്ട് പോയി. വാപ്പായും മോളും ഇവിടെ റിമോട്ട് കാറിൽ ലൈറ്റ് കത്തിച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. 11:30 ആയിട്ടുണ്ടായി ഗൈസ്. പക്ഷെ എന്തോ ഉറക്കമൊന്നും വരുന്നില്ല. കാക്ക പകൽ മൊത്തം ഉറങ്ങിയിട്ടുണ്ടായി. സോ കാക്കാക്ക് ഉറക്കമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചു കരിക്കും കൂടെ പൊട്ടിച്ച് കുടിക്കാമെന്ന്. അങ്ങനെ കരിക്ക് പൊട്ടിച്ച് കുടിക്കാൻ പോവുകയാണേ. കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞു. കാക്ക ഉച്ചയ്ക്ക് ആഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വൈകുന്നേരം ആ ഒരു സമയത്ത് കുറച്ച് കഞ്ഞി കുടിച്ചത് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ചൂടായിട്ട് കഞ്ഞി കൊടുക്കാമെന്ന്. അങ്ങനെ കാക്ക കഞ്ഞിയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും കറണ്ട് വന്നു. റുവ റിമോട്ട് കാറിൽ കളിക്കുവാണ് കേട്ടോ. അവൾ വെറുതെ ചെയ്യുന്നതാണ് വണ്ടി പോകുന്നത്. അവൾ വിചാരിക്കുന്നത് അവൾ ചെയ്തിട്ട് പോകുന്നതാണെന്നാണ്. അങ്ങനെ ഞാൻ ബെഡൊക്കെ സെറ്റ് ചെയ്തു. ഈ ഒരു മസ്കിറ്റോ നെറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെരുന്നാൾ വിശേഷം. ഇതൊരു വലിയ വ്ളോഗൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ പെരുന്നാൾ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.